ഇതിനിടെ മറ്റൊരു വാർത്തയിലേക്ക് കഠിനംകുളം ആതിരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ. റെഡിയാണോ ക്യാമറ പറയാം. ഈ മാസം 21-ാം തീയതി കഠിനംകുളത്ത് ആതിര എന്ന ലേഡിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ജോൺസൺ ഔസേപ്പിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതാണ്. ഇൻസ്റ്റാഗ്രാം വഴി ആതിരയെ പരിചയപ്പെട്ട പ്രതി ആണ് ജോൺസൺ നേരത്തെ വിവാഹിതനാണ്. ഭാര്യയെ ഉപേക്ഷിച്ച് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിഞ്ഞു വരുന്ന ആളാണ്. ജോൺസൺ സാധാരണ ആറ്റിങ്ങൽ ഡിവൈഎസ്പി ആണ് സംസാരിക്കുന്നത്. കഠിനകുളം കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതി ജോൺസണെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇവർ രണ്ടുപേരും കൂടി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്ത് ഇവർ പോസ്റ്റ് ചെയ്യുന്ന രീതി ഉണ്ടായി. ഈ ഒരു പരിചയം പിന്നീട് ഇവർ തങ്ങളിൽ വളരെ അടുപ്പമായി, അതൊരു സ്നേഹബന്ധത്തിലായി. ആതിരയുമായി വളരെ അടുപ്പത്തിലായ ഈ ജോൺസൺ ഭാര്യ ഉപേക്ഷിച്ച് നിൽക്കുന്ന ആള് അയാളോടൊപ്പം ചെന്ന് ആതിര താമസിക്കണമെന്ന് സ്ഥിരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പലപ്പോഴും ഇത് സംബന്ധിച്ച് ഇവർ തങ്ങളുടെ തർക്കമുണ്ടായി. ആതിര വിവാഹ ഒരു കുട്ടിയുള്ള ആളായാൽ തന്നെ ഈ ജോൺസണോടൊപ്പം പോയി താമസിക്കുന്നതിന് തയ്യാറായില്ല. ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിന്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു. വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആതിര ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത്. ഈ കൃത്യത്തിനൊരു 3 ദിവസം മുമ്പ് പെരുമാതുറ വന്ന് റൂം എടുത്തു. ആ റൂമിൽ താമസിച്ചുകൊണ്ട് ആതിരയെ വീണ്ടും വിളിച്ചു. കൂടെ ചെല്ലുമെന്ന് ചോദിച്ചു. തയ്യാറല്ല, ഭർത്താവും കുട്ടിയുണ്ട്, അത് അവരെ ഉപേക്ഷിച്ച് എല്ലാം തയ്യാറല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ കൃത്യത്തിന്റെ തലേ ദിവസം ഇയാൾ പോയി ഈ കൃത്യം ചെയ്യുന്നതിന് വേണ്ടി കത്തി വാങ്ങി സൂക്ഷിക്കുകയും ഈ കൃത്യ ദിവസം രാവിലെ ഈ കത്തിയും എടുത്ത് കൈവശ കരുതി ഷട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ചു. ഈ വീട്ടിൽ വരികയും ആതിരയോട് വീണ്ടും കൂടെ ചെല്ലണമെന്നൊക്കെ സംസാരിച്ചു. സൗഹൃദമായൊക്കെ സംസാരിച്ചതിന് ശേഷവും ചെല്ലാൻ തയ്യാറാകത്തിന് തുടർന്നാണ് കിടപ്പിൽ വെച്ച് ഇയാൾ ബലപ്രയോഗപ്പെടുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയാണ് കൊല ചെയ്തത്. കൊലപ്പെടുത്തിയ ശേഷം അവിടെ തന്നെ ഇരുന്ന ആതിരയുടെ ആക്ടിവ സ്കൂട്ടറിന്റെ ചാവി എടുത്ത് ഇയാൾ നേരെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവച്ച ശേഷം രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഇയാൾ രക്ഷപ്പെട്ടു പോയതിനെ തുടർന്ന് നമ്മുടെ പോലീസ് അന്വേഷിച്ച് വരുന്നറിഞ്ഞു. ഇയാൾ നേരെ അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിലൊക്കെ നമ്മുടെ പോലീസ് എത്തിയതറിഞ്ഞുകൊണ്ട് 23-ാം തീയതി ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിൽ കോട്ടയത്തേക്ക് ചിങ്ങവനത്തേക്ക് അയാൾ പോയി. ഇയാൾ നേരത്തെ മത്സ്യക്കച്ചവട പരിപാടികളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പല വീടുകളിലും ഹോം നേഴ്സായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുൻപ് ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന ഒരു വീട്ടിലെത്തി ഇയാൾ അവിടുന്ന് പൈസ ആവശ്യപ്പെട്ട സമയത്താണ് അവിടുന്ന് വിവരം പോലീസിന് നൽകുകയും ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയായിരുന്നു. ആതിരയെ കൊലപ്പെടുത്തിയതിനു ശേഷം പോയ ഇയാൾ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അന്ന് പോലീസ് അഡ്മിറ്റ് ചെയ്യുകയും ഇന്നലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യപ്പെടുത്തി. ഇതിന്റെ ബാക്കി അന്വേഷണങ്ങൾ നടന്നു വരുന്നതിനാൽ ഇതിന്റെ ആദ്യ സ്റ്റേജിലായതിനാൽ മറ്റു വിവരങ്ങളിലേക്കൊന്നും നിലവിൽ വെളിപ്പെടുത്താൻ കഴിയുന്നതല്ല. ഇവര് തങ്ങളിൽ സൗഹൃദത്തിൽ ഇരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ പൈസകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ 1.5 വർഷത്തോളമായി ഇവർ തങ്ങളിലുള്ള അടുപ്പമുണ്ട്. ആ 1.5 വർഷക്കാലത്തോളം അടുപ്പത്തിനിടയിൽ സാമ്പത്തിക ഇടപാടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് കുറെ അധികം കാര്യങ്ങളും നമുക്ക് ഇനി ഇതിന്റെ അന്വേഷണ ഭാഗമായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്.
ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞു? കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടി ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇതിനകത്തേക്ക് പോകരുതെന്നുള്ള ആതിരെ നിർബന്ധിക്കുകയും അതുകൊണ്ടുകൂടിയാണ് ആതിര അങ്ങനൊരു ഈ ഭർത്താവിനെയും കൊച്ചിനെയും ഒക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവാതിരുന്നത്. കുടുംബാംഗങ്ങൾക്കും അറിവ് കിട്ടി, ഇയാൾ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലുമെന്ന് എപ്പോഴെങ്കിലും ആദരിക്കുമല്ലോ ഇതുണ്ടായിരുന്നു, ഇയാൾ കൊല്ലുമെന്നുള്ളൊരു വിഷയം നേരത്തെ ഉണ്ടായിരുന്നു, അറിയാമോ? അല്ല, മറ്റ് അതിനെ സംബന്ധിച്ച് ഇപ്പം നിലവിൽ വേറെ പറയാൻ പറ്റുന്നില്ല. ഇപ്പം ഇതിന്റെ അറിയാം, ഈ കേസിന്റെ തുടക്ക സമയമായതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. അല്ല, അത് മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പം നിലവിൽ പോകാൻ പറ്റില്ല. അത് പിന്നീട് നമുക്കതിനെ സംബന്ധിച്ച് പറയാം. അല്ല, ഇവരുടെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. നേരത്തെ ഇയാൾ ഫോണിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വേണ്ട ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതിനെ തുടർന്നാണ് ആതിര അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകാതെ ഇരുന്നത്. കഠിനംകുളം കൊലപാതകത്തിൽ പ്രതി ജോൺസന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പി സംസാരിക്കുകയായിരുന്നു. ഏത് തരത്തിലാണ് അന്വേഷണ സംഘം പ്രതിയെ ട്രാക്ക് ചെയ്ത് അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം പറയുകയായിരുന്നു. ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു പദ്ധതി കൊല്ലപ്പെട്ട ആതിരയ്ക്കുണ്ടായിരുന്നു. ഒരുമിച്ച് താമസിക്കാൻ ഒരു വാടക വീടും എടുത്തിരുന്നു. അതിൽ നിന്ന് ആതിര പിന്മാറിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു ഡിവൈഎസ്പി.